പാറത്തോട് ഹരമാണ്. അങ്ങനൊന്നുമില്ലേ? എന്താ പോലെ ലാലേട്ടൻ ജീവിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്ന ഒരു രക്ഷപ്പെടുന്ന സ്ഥലമാണ് പൊടിമറ്റ ഓടിച്ച കാറ് ഏതാന്ന് പറയുവാണെങ്കിൽ ഗാന്ധി ഓടിച്ച അംബാസഡർ കാറാണ്. പിന്നെ ഇവിടെ ഒരു താജ്മഹൽ പുതിയതായിട്ട് പണിയുന്നുണ്ട്. ട്രാവൽ തോട്ട്സിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നാവിലൂറും രുചി ഷാപ്പിലെ കറിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെന്റ് ഡോമിനിക്സ് കോളേജിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊടിമറ്റത്തെ കുരിശുതൊട്ടിക്ക് മുൻപിലാണ്. അപ്പം പൊടിമറ്റത്തുനിന്ന് പാറത്തോട് വരെയുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാ. അപ്പൊ നമ്മൾ പൊടിമറ്റത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഒരു ഓട്ടോ ചേട്ടന്മാരെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. ആ പേരെന്ന് പറയാമോ? ബേബി. ബേബി. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഭയങ്കര മടുപ്പല്ല. ഒരു രക്ഷയില്ല. ആ മുഖം കാണും പറയുന്നത് ഏത് അവസ്ഥയാണ് ആകപ്പാടെ. എവിടെ താമസിക്കുന്നത്? ഇവിടെ തൊട്ടടുത്ത് തന്നെ അല്ലേ? പിന്നെ നമ്മുടെ ഈ പൊടിമറ്റത്തെ ഒക്കെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരോട്. പൊടിമറ്റം ഓരോ ദിവസം ചിലവർ പുരോഗമിച്ച് വന്നോണ്ടേയിരിക്കും അല്ലേ? വജിക്കടിയായി, ഒരു ബേക്കറിയായി. ബേക്കറികളുടെ ഒരു ബഹളമല്ലേ നമ്മുടെ പൊടിമറ്റം? ഭയങ്കര ബഹളമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിന് നമുക്ക് ഉച്ചത ചോദ്യമൊക്കെ ഉണ്ട്, എല്ലാം ചോദിക്കാം. അതിന് നമുക്ക് ഈ ചേട്ടനെ കൂടെ പരിചയപ്പെടാം. ചേട്ടാ പേരെന്ന് പറയാം? അപ്പു. എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടോ ഒക്കെ ഉണ്ട്. എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ. അടുത്തുണ്ട്. ഓട്ടം കുഴപ്പമില്ലല്ലേ? ഓട്ടോ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പൊടിമറ്റത്തെ കുറിച്ച് എന്താ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പൊടിമറ്റം SD കോളേജ് വരുന്നു. പിന്നെ ലോ കോളേജ് വരുന്നുണ്ട് ഇവിടെ കേട്ടോ. അതൊക്കെ എടുത്ത് പറയണം. പിന്നെ ഇവിടെ ഒരു താജ്മഹൽ പുതിയതായിട്ട് പണിയുന്നുണ്ട്. 8 വർഷമായിട്ട് അതിന്റെ മണി തീർത്തിട്ടില്ല. താജ്മഹൽ അതൊരു അത്ഭുതം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അടിപൊളി ഒരു അല്ല, ഇതിന്റെ വീടാണോ അത്? വീടാണ്. ഭയങ്കരം തന്നെ. എന്നാലും പൊടിമറ്റത്തെ വിശേഷങ്ങളൊക്കെ കണ്ട ചെറിയ കുശലത ചോദിക്കട്ടെ. അടിപൊളി ഒരു ഉത്തരം പറയുവാണെങ്കിൽ ഞങ്ങളുടെ ട്രാവൽ ടൂർസിന്റെ സമ്മാനമുണ്ട്. ചോദിക്കട്ടെ? അപ്പൊ കുസൃത ചോദ്യമാണ്. ഗാന്ധിജി ഓടിച്ച കാർ ഏതാ? പഴയ കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏതാ വണ്ടിയൊന്നും നമുക്കറിയത്തില്ല. ഗാന്ധിജി ഓടിച്ച കാർ പറയാവോ? ഒരു അടിപൊളി സമ്മാനം തരാം. ഒന്ന് ആലോചിച്ചാ പറയാന്നേ. ഗാന്ധിജി ഓടിച്ചിട്ടുണ്ടെന്ന കാർ ഏതാ? കൽക്കരിക്കാർ. കണ്ടോ? ചേട്ടൻ കൽക്കരിക്കാർ ചേട്ടൻ പറഞ്ഞു. എന്നാലും തെറ്റുത്തരമാണ്. ഗാന്ധിജി ഓടിച്ച കാറ് മറ്റേ ചർക്കയല്ലേ? ചർക്ക. കണ്ടോ? കറക്റ്റ്. ഗാന്ധിജി ചർക്കയെ ഓടിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഓടിച്ച കാറ്. ഗാന്ധിജി ഓടിച്ച കാറ്. ഗാന്ധിജി ഓടിച്ച അംബാസഡർ കാറാണ് ഗാന്ധിജി ഓടിച്ചേട്ടാ. അതിന്റെ കളറോടെ പറഞ്ഞേട്ടാ. കറുപ്പാ ചേട്ടന് തോന്നുന്നത്. ആരുടെയാണെന്ന് അറിയത്തില്ല. പൊടിമറ്റത്തെ താജ്മഹൽ കാണിച്ചു തരാം. കണ്ടോ? അമ്പോ എന്നാ സാധനം അല്ലേ. അവൻ പണിതൊന്നും ആയിട്ടില്ല, പണി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നല്ല മിടിച്ച് കുറെ കുട്ടികളെ നമുക്ക് കാണാം. അവരോട് നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ അടിപൊളി സമ്മാനം കൊടുക്കാം. ഓക്കെ, പേരെന്ന് പറയാമോ? അലീന. പറഞ്ഞോ. ഹരിപ്രിയ. ആദിത്യ. അഖിലയോ? എല്ലാം അടിപൊളി പേരാണ്, സൂപ്പർ പേരാണ്. അപ്പം നിങ്ങൾ എവിടാ പഠിക്കുന്നത്? നിങ്ങള് നഴ്സിംഗ് അല്ലേ? ഇവിടെ എവിടെയായിട്ടാ? കാഞ്ഞിരപ്പള്ളി. എല്ലാവരും നഴ്സിംഗ് ആണോ? ഓ, അത് ശരി. അപ്പൊ നിങ്ങളൊരു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാവില്ല. ഇവിടുത്തെ വിഷയം നിങ്ങൾക്ക് അറിയത്തില്ല. അത് നിങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഗാന്ധിജി ഓടിച്ച കാറ് ഏതാണെന്ന് പറയുവാണെങ്കിൽ? മഴക്കാറ്. കറക്റ്റ് ഉത്തരം. തെറ്റാണ്. കുസൃതി ചോദ്യം ഒന്ന് ആലോചിച്ചേ. ആർക്ക് വേണം പറയാം? ഗാന്ധിജി ഓടിച്ച കാറ് പഴയ കാലഘട്ടമല്ലേ. ഇപ്പൊ ഏത് കാറാണ്? എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഓടിയാ പേരെന്ന് പറഞ്ഞേ? ആദിത്യ. ഏതായാലും ആദിത്യക്കുട്ടി അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരാണ് കറക്റ്റ് ഉത്തരം. അതുകൊണ്ട് ഞങ്ങളുടെ ട്രാവൽ ടൂർസിന്റെ ഒരു അടിപൊളി സമ്മാനം തരാം കേട്ടോ. അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞ ആദിത്യക്കുട്ടിക്ക് ട്രാവൽ ടൂർസിന്റെ ഒരു അടിപൊളി സമ്മാനം കൊടുക്കുവാണ്. താങ്ക് യു. ഹാപ്പി ആയില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ലാൻഡ് ചെയ്ത് നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയാണ്. അങ്കമാലി നെടുമ്പാശ്ശേരി അല്ല, ഇത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റൂട്ടിലുള്ള പൊടിമറ്റത്തുള്ള പാറത്തോട് നെടുമ്പാശ്ശേരി ഷാപ്പിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടുത്തെ കറികളുടെ രുചി വൈഭവങ്ങളും ഇവിടുത്തെ അടിപൊളി കള്ളും എല്ലാം നമുക്കിന്ന് പരിചയപ്പെടാം. കാണ് നെടുമ്പാശ്ശേരി ഷാപ്പിലെ കറികൾ. നാടൻ ഊണ് മുതൽ കള്ളപ്പം, ഞണ്ട്, കരിമീൻ, ചെമ്മീൻ, മീന്തല, ആറ്റുമീൻ, കൂന്തൽ, പോർക്ക്, ബീഫ്, ചിക്കൻ, കാട, പോത്ത് ലിവർ, വാരി, കപ്പ ബിരിയാണി, ബീഫ് റോസ്റ്റ്, പോർക്ക് ചാപ്സ്, കക്ക, കല്ലുമ്മക്ക, പോട്ടി, പിന്നെ എന്ത് വേണം? എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് പാറത്തോട് പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നാണ്.
നമ്മുടെ നെടുമ്പാശ്ശേരി ഷാപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നതും. അടിപൊളിയായിട്ട് ബാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഈ നെടുമ്പാശ്ശേരിയിലെ ഓണറെ പരിചയപ്പെടാൻ പോവാണ്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? നല്ലത് തന്നെ. ആ പേരെന്ന് പറയാമോ? പേര് ഷാജി. ഷാജി. എവിടെ താമസിക്കുന്നു? പാല അല്ലേ? മറ്റം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ, രുചിക്കൂട്ടുകളുടെ വൈഭവങ്ങളെ കുറിച്ച് അറിയാൻ ഞങ്ങൾ വന്നതാണ്, അറിഞ്ഞു വന്നതാണ്. അത് ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന്റെ ബ്രാഞ്ചുകൾ? ഇവിടെ തന്നെ ഒരു ഗ്രൂപ്പാണ്. ഇവിടെ തന്നെ ഒരു ഗ്രൂപ്പ് 6 എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഗ്രൂപ്പുകൾ? എടക്കുന്നം, ഇഞ്ചിയാനി, കൂരന്തോക്ക്, മുക്കാരി, എല്ലായിടത്തും നമ്മുടെ രുചി വൈഭവങ്ങളാണല്ലേ? അത് ശരി. എന്തായാലും സാറ് അത്യാവശ്യമായിട്ട് ഇവിടം വരെ പോകാൻ നിൽക്കുവാണ്. ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിൽ താങ്ക് യു വെരി മച്ച്. കൂടാതെ ഞാനിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട്, നമ്മുടെ പാലത്തോടിലുള്ള നെടുമ്പാശ്ശേരിയിലാണ് നിൽക്കുന്നത്. ആ പേരെന്ന് പറഞ്ഞത്? പേര് മനു. മനുവങ്കൾ എന്ന് നമുക്ക് വിളിക്കാവേ. അപ്പൊ മനുവങ്കളെ, അന്ന് ഇനി പറഞ്ഞോ പാലത്തോടെ വിശേഷങ്ങൾ. നല്ല വിശേഷങ്ങൾ. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നല്ലേ? അത് പറയണ്ടോ ഞങ്ങളുടെ പ്രേക്ഷകരോട്? പിന്നെ ഒരുപാട് പേരുണ്ട് ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നവര്, ഇവിടെയുള്ളവരെ വിദേശികള് കണ്ടോ. അതായത് തേക്കടി മൂന്നാറൊക്കെ പോകുന്ന വിദേശികള് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ രുചി വൈഭവങ്ങൾ അറിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? അതെ. മനുവങ്കളെ, ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളെ കൂടി ഒന്ന് കാണിക്കുവോ? കാണിക്കാലോ. ഒന്ന് കാണിട്ടേക്കാം അല്ലേ? പ്രേക്ഷകരെ ബാ, നമുക്ക് കാണാം. ആദ്യം എന്നാ കാണിക്കുന്നത്? ആദ്യം കൂന്തല്. അപ്പൊ സ്പെഷ്യൽ ഐറ്റം അല്ലേ? ചോറൊക്കെ പറഞ്ഞു. കൂന്തല് അതൊന്ന് ബുക്ക് ചെയ്ത് കാണിച്ചേക്കാം നമ്മൾ പ്രേക്ഷകർ. ഇതാണ് കൂന്തല്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ്. ചെമ്മീന്. ഇതെന്നെ നാടൻ കോഴിയോ? നാടൻ കോഴിയുണ്ട്. സ്പെഷ്യലാണ് തലക്കറി. അതിനും സ്പെഷ്യൽ സാധനമാണ്. ഇതുണ്ടോ? ഇതൊക്കെ ഓർഡർ അനുസരിച്ച് സ്പെഷ്യലായിട്ട് അന്നേരം റെഡിയാക്കി കൊടുക്കും അല്ലേ മനുങ്ങളെ? അപ്പൊ പ്രേക്ഷകരെ, ഈ നെടുമ്പാശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈവായിട്ടാണ് നമുക്ക് എല്ലാ സാധനങ്ങളും തരുന്നത്. ഓരോ സാധനങ്ങളും കസ്റ്റമർ ഓർഡർ അനുസരിച്ച് ഇവര് റെഡിയാക്കി ആ സ്പോട്ടിൽ തരുന്നതാണ് അല്ലേ മനുങ്ങളെ? ആണോന്നേ? അതേന്നേ കൂട്ടുകാരെ, ഇതിന്റെ മണം പറഞ്ഞു വരുന്നതാണ്. എവിടുന്നാ നോക്കാം ബാ. ആഹാ, അത് കൊള്ളാം. ഇവിടുന്നാണ് ആ മണം വരുന്നത്. എന്തായാലും പാറത്തോടുള്ള എല്ലാ ഫാമിലികളും ഇവിടെ ഇടിച്ചു കയറുന്നതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പോഴാണ് ആ ടെക്നിക്ക് പിടികിട്ടിയത്. അതിന്റെ അമരക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. ചേട്ടോ, എന്തോന്നാ ഈ പരിപാടി? ഇത് മപ്പാസിനുള്ള കൂട്ടാണ്. എന്തോ മപ്പാസ്? ഇത് പിന്നെ ചിക്കന്, താറാവ്, നാടൻ കോഴി ഇങ്ങനെയുള്ള അതിനുള്ള ഗ്രേവിയാണ്. ഇത് ഗ്രേവിയാണ് ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എന്തോന്നാ പേരെന്ന് പറഞ്ഞു? വിൻസെന്റ് ആണല്ലേ? സിനിമാടൻ വിൻസെന്റിനെയൊക്കെ ഓർമ്മ. ചേട്ടാ, പേരെന്ന് പറയാം? എന്റെ പേര് ബോബൻ. നമസ്കാരം. എന്റെ കൂട്ടുകാരനാ വിൻസെന്റാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ വരുന്നതാ. എൻജോയ്മെന്റ് ആയിട്ട് കള്ളൊക്കെ അടിക്കും. നല്ല നാടങ്ങളുണ്ട്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ കമ്പനിയാ, വൈബാ അല്ലേ? പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്നതാ. ഒരു കപ്പ് അടിച്ചല്ലോ, എന്നിട്ട് ഒരു ഉഷാറായില്ലല്ലോ. ഒരു കപ്പ് കൂടെ മേടിച്ചങ്ങ് തട്ടന്നേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. ഇവിടുന്ന് ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. 2 ഫാമിലി ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ കുമളിന്ന് വരുന്നത് അല്ലേ? ഇവിടെ ട്രാവൽ ചെയ്ത് വരുമ്പോഴൊക്കെ മിക്കവാറും കയറും അല്ലേ? ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുഡാ അല്ലേ? ചേച്ചി ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ചേച്ചി പേരൊന്നും പറഞ്ഞേ? പേര് നല്ല ഫുഡാ അല്ലേ? പേരെന്ന് പറയാവോ? എവിടുന്നാ വരുന്നത്? ഞങ്ങളെ കുമളിന്ന് വരുവാണ്. എല്ലാ കുമളിക്കാരാണല്ലോ. കുമളിക്കാർ മൊത്തം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ. അടിപൊളി ഐറ്റംസ് ആണല്ലോ ഇരിക്കുന്നത്. ഇവിടുത്തെ തലക്കറി ഫേമസ് അല്ലേ? എന്തായാലും ഫുഡിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ വരും. ചേട്ടാ, ഇതാണ് ഐറ്റം. ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആഗോലി വറുത്ത് കോരി മപ്പാസാക്കി മപ്പാസാക്കി നമ്മുടെ സ്പെഷ്യൽ ഐറ്റാ. താറാവ് മപ്പാസാണ്. നല്ല രുചിയാണ്. കാരണം ഇത് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ഒരു താറാവ് മപ്പാസാണ്. ആ തേങ്ങാപ്പിലയുടെയൊക്കെ നല്ല ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത പുതിയ കാഴ്ചയിലേക്ക് നമുക്ക് പറക്കാം. കുടിമറ്റത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു അടിപൊളി ബജ്ജിക്കടയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പരിപ്പൂടയുണ്ട്, സുഹിയനുണ്ട്, ബോണ്ടായുണ്ട്, പഴംപൊരിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പൊടിമറ്റം ജംഗ്ഷനാണിത്. ഇവിടുത്തെ പച്ചക്കറി കടകളും അതുപോലെ പഴക്കടകളും ഒക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് സെന്റ് ജോൺസ് കോളേജ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് പള്ളിയുള്ളത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അവരോടും കുറച്ച് കുശലത ചോദ്യം ചോദിക്കാം. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ നമ്മൾ അടിപൊളി സമ്മാനം ട്രാവൽ ടൂറിസ്റ്റിന് നൽകുന്നതാണ്. പേരെന്ന് പറയാമോ? ഗൗരിയോ? അടിപൊളി പേരാണല്ലോ ഗൗരി. പറഞ്ഞോ. കവിത. അതും സൂപ്പർ പേരാണ്. ഗോപിക. എല്ലാം അടിപൊളി പേരാട്ടോ. നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി. ഏത് ഡിപ്പാർട്ട്മെന്റ്? നഴ്സിംഗ് കോളേജ്. എല്ലാവരും നഴ്സിംഗ് ആണോ? ഉണ്ടോ? ഒരാളിവിടെ ഫോണിൽ തിരക്കിലാണ്.
ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. അപ്പൊ അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ അടിപൊളി സമ്മാനമുണ്ട്. പറയൂ. അപ്പൊ ഗാന്ധിജി ഓടിച്ച കാറ് പറയോ? ഗാന്ധിജി അറിയോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഗാന്ധിജി? അതൊന്നും പറഞ്ഞേ. ബ്രിട്ടീഷുകാർ. ഓ, പേര് പറഞ്ഞേ? കവിത. കണ്ട, കവിതക്കുട്ടിയാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞ. അടിപൊളിയായിട്ട് പറഞ്ഞു, സ്മാർട്ടാണ്. എന്തായാലും ഞങ്ങളുടെ സമ്മാനം അടിച്ചു മാറ്റിയല്ലേ. ഇപ്പൊ ഇവിടുത്തെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞു നമ്മുടെ പൊടിമരത്തെ കുറിച്ച്. എന്നാ പറയാനുള്ളേ? നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണല്ലേ? അത്യാവശ്യം എല്ലാം അവൈലബിൾ ആണ്, അടുത്ത് തന്നെ എല്ലാം അവൈലബിൾ ആണല്ലേ? അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞ കവിതക്കുട്ടിക്ക് നമ്മൾ സമ്മാനം കൊടുക്കുവാണ്. ട്രാവൽ ആൻഡ് ടൂറിസം സമ്മാനം. സന്തോഷമായോ? പൊടിമറ്റത്തുള്ള കണ്ടത്തിൽ ഏജൻസീസിന്റെ മുമ്പിലാണ് ഇവിടെ ഒരു അച്ചായൻ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ചായോ, എന്നാ പറയുന്നു? എന്നാ പറയണം, ഒന്നും പറയാനില്ലേ? ഈ പൊടിമറ്റത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നു. നല്ല വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു ഗ്രാമപ്രദേശമായിരുന്നു. ഇവിടെ ഒരു ടൗൺ ആയി വരുവാ. ശരിക്കും പറഞ്ഞാൽ ടൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പൊടിമറ്റം അല്ലേ? നാടിനെ കുറിച്ച് എന്നാ പറയാനുള്ളത്? ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ്. സഹോദരന്മാരെ പോലെ തന്നെ ജീവിക്കുന്നത്. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലൊരു ഒരാളെ കൂടെ നമുക്ക് ഇട്ടിരിക്കുകയാണ്. ചേട്ടാ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് അനൂപ്. എവിടെ താമസിക്കുന്നത്? പൊടിമറ്റം. എന്ത് ചെയ്യുന്നു? ഓട്ടോ ഓടിക്കുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത് എന്താ കാര്യം? എന്നാ പിന്നെ നമ്മുടെ പൊടിമറ്റത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാം. പൊടിമറ്റം വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ട്. എല്ലാ മതസ്ഥരും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ ജീവിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് വരുന്നവർക്ക് നല്ല രക്ഷയുള്ള സ്ഥലമാണ്. ജീവിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്നവർ രക്ഷപ്പെടുന്ന സ്ഥലമാണ് പൊടിമറ്റം. നോട്ട് ദ പോയിന്റ്സ്. ഞാനിപ്പോൾ പൊടിമറ്റത്തെ കുരിശുപള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, പൊടിമറ്റത്തിന്റെ അഭിമാനമായ ഒരു അടിപൊളി ഷോപ്പ് ഏഷ്യൻ ഫർണിച്ചറിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവർക്ക് അനവധി ബ്രാഞ്ചുകളുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കൂടാതെ മോഡി കൂട്ട് മോഡേൺ ഫർണിച്ചറുകൾ ഫാക്ടറി വിലയ്ക്കാണ് ഇവിടെ നൽകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട്. എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. അടിപൊളി കളക്ഷനാണ് കേട്ടോ നമ്മുടെ ഏഷ്യൻ ഫർണിച്ചറിന്റെ അകത്ത്. ഒരുപാട് വെറൈറ്റി സ്റ്റോക്കുകളാണുള്ളത്. അതൊക്കെ മാത്രമല്ല കേട്ടോ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫാക്ടറി വിലയ്ക്കാണ് നമുക്കിവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊടിമറ്റംകാർക്കൊക്കെ നമ്മുടെ ഏഷ്യൻ ഫർണിച്ചറിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ കസ്റ്റമേഴ്സ് സാധനം കൊടുക്കും. ഒത്തിരി വെറൈറ്റികളുണ്ട്. നമുക്ക് ഒരുപാട് കാഴ്ചകളിലേക്ക് നമുക്ക് ഇവിടുത്തെ നമുക്ക് സ്റ്റാഫുണ്ട്. നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. നമസ്കാരം. എന്താ ബ്രോ പേര്? എന്റെ പേര് അജയ് എന്നാണ് അല്ലേ? എവിടെ സ്ഥലം? എന്റെ ഇവിടെ മുണ്ടക്കയാണല്ലേ? അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? നമുക്ക് ഏകദേശം ഇപ്പൊ 1 വർഷം കഴിയാറായിട്ടുണ്ട്. അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൊടിമറ്റംകാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ? ആളുകളല്ലേ, നല്ല അടിപൊളി ആളുകളാണ്. അവരുടെ സഹകരണത്തിലാണ് നമ്മുടെ സ്ഥാപനം നല്ല സഹകരണമല്ലേ പൊടിമറ്റംകാര്? നമ്മൾ ഫാക്ടറി വിലയ്ക്ക് പുതിയ നമ്മൾ ഓഫർ പോലെ ഈ രീതിക്കാണ് കച്ചവടം പോകുന്നത്. എല്ലാം നല്ല വിധമായ നിലയ്ക്ക് ആളുകൾക്ക് സാധാരണക്കാർ പോലും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. വെറൈറ്റി സംഭവമാണ്. അതെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോക്കി ചെയർ എന്നാണ് അതിന്റെ പേര്. റോക്കി ചെയർ. അപ്പൊ അതേ നമ്മുടെ ഈ സിറ്റ് ഔട്ട് ചെയറും അതുപോലെ ബെഞ്ചിന്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ? ഓ അതന്നെ കേട്ടോ. ഇതെല്ലാം നമ്മൾ 6000 രൂപ വിലയാണ്. സിറ്റ് ഔട്ട് ചെയർ 6000 രൂപയാണ്. അതുപോലെ ബെഞ്ച് 13000 രൂപ. നമ്മൾ ഇതിൽ നിന്ന് 2000 രൂപ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കച്ചവടം പിടിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര കേട്ടോ. അതാണ് ഈ പൊടിമറ്റംകാരും മാത്രമല്ല ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഓടി എത്തുന്നത് അല്ലേ? അതാണല്ലോ നമ്മൾ ഫാക്ടറി വിലക്കെന്ന് പറഞ്ഞ സാധനങ്ങൾ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണ്ട നമ്മൾ സാധനങ്ങൾ കൊടുക്കാനായിട്ട്. ഓർഡർ തന്നാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക? പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അനുസരിച്ച് ഇപ്പം നമുക്ക് 5 സീറ്ററിന്റെ ഉണ്ട്. അതുപോലെ ഇതുപോലെ തന്നെ 3 ബെഞ്ച് 3 സീറ്റർ ആയത് 3 സീറ്റർ നമ്മൾ 2 സീറ്റർ ആയിട്ട് ഇനിയിപ്പോ അത് ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുന്നത്. ഇത് 5 ഫീറ്റ് ആണ്. ടേബിൾ ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്വേഷ്യയാണ് സ്റ്റാർട്ടിങ്. അതാണ് നമുക്കിവിടെ. അതെ, അക്വേഷ്യയാണ് ഈ ടേബിൾ തടി അക്വേഷ്യയാണ്. നല്ല ഡിസൈൻ അല്ലേ? അതെ. 6 കസേര. കസേര വിത്തൗട്ട് കസേരയാണ്. കസേരയ്ക്ക് സെപ്പറേറ്റ് ആണ്. ഇതും തേക്കല്ലേ? ഇതും തേക്ക് തന്നെ. ഇത് ഓവൽ ഷേപ്പ് ആണ്. ഇത് സ്ക്വയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓവൽ ഷേപ്പ് ആണ്. ഇത് നമ്മുടെ സാധാ ഷേപ്പ് ആണ്. നമ്മുടെ പഴയ മോഡൽ. 16 രൂപ വരുന്നതാണ്. 16,000 രൂപ. 16,000 രൂപയാണ്. നമ്മൾ 3000 കുറച്ച് 13 രൂപയ്ക്ക്. കോർണർ സെറ്റുകളാണ്. ഇത് അക്വേഷ്യ ടൈപ്പിലാണ്. അതെ. നമ്മൾ 29 രൂപ വരുന്നതാണ്. നമ്മൾ 26, 25 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൂ തേക്കിന്റെ. ഇത് തേക്കിന്റെ ആണ്. ഇത് 26, അത് 25. ഇത് അടിപൊളിയാണല്ലോ സംഭവം. പിന്നല്ലേ, അത് കാരണം വെച്ചാൽ 5 സീറ്ററിന്റെ ആണ്. അതായത് ഹാഫ് ഓർബിറ്റ് സെറ്റ് എന്ന് പറയും. അതിന്റെ മെക്കാനിസം സിമ്പിൾ ആണ്. നമ്മൾ ഈ കാർന്നമാരൊക്കെ പണ്ട് ഈ തുണിയൊക്കെ അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് വന്നേക്കുന്ന സാധനമാണ്. അപ്പൊ കാല് വെക്കാം. നമുക്ക് വെച്ച് കാല് വെച്ച് ഇരിക്കാം. ബാക്കിലോണ്ടൊന്ന് വെയിറ്റ് കൊടുക്കാം. ഇതാണ് അതിന്റെ സംവിധാനം.
തറവാടിന്റെ തിരുമുറ്റത്തിരുന്ന് ആടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് പറഞ്ഞാൽ മേടിച്ച് നമ്മളൊക്കെ തറവാടിന്റെ മുറ്റത്തിട്ടാ മതി അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അല്ല ആറാച്ചെന്നെങ്കിൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണർ സോഫാസ്, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കുഷ്യൻ കോർണർ സോഫ. ഇത് ഫുൾ കവർ അല്ലേ? അതെ, ഇത് ഫുൾ കവർ ആണ്. അതുപോലെ തന്നെ അടുത്ത ഇതും കോർണർ സെറ്റി ആണ്. 3 പീസസ് കോർണർ സെറ്റി, ഫുൾ കുഷ്യൻ സെറ്റി. പിന്നെ ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. ബാക്കിയുള്ള കോർണർ സെറ്റികൾക്ക് ഹെഡ് റെസ്റ്റ്. ഈ കോർണർ സെറ്റി ഇവിടെ നോക്കിയോ, ഇത് കോർണർ സെറ്റി ആണ്. ഇതിന്റെ പീസ് സിംഗിൾ പീസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് 3 സീറ്റർ. അപ്പൊ നമുക്ക് കളറൊക്കെ അങ്ങനെ അല്ലേ? നമുക്ക് കസ്റ്റമറിന്റെ ഉണ്ട് കളർ കാറ്റലോഗ് ഉണ്ട് നമുക്ക്. അത് ഇതാണ് കാറ്റലോഗ്. ഇത് നമുക്ക് ഇതുണ്ടോ വെറൈറ്റി കളർ. പറഞ്ഞേക്കുന്ന കളറാണ് ഈസ്. തടി അലമാര ഫുൾ തേക്ക്, അതായത് ഇത് കാതൽ തേക്കാണ്. പിന്നെ പാർട്ടിക്കിൾ ബോർഡ് ഉണ്ട്. അതെ, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ബെഡ് കാര്യങ്ങള്. ബെഡുകളൊക്കെ ബെഡുകളൊക്കെ നമുക്ക് ഹോസ്റ്റൽ ബെഡ് മുതൽ നമുക്ക് 3 ഫീറ്റ് 5 ഫീറ്റ് 6 ഫീറ്റ് അങ്ങനെയുള്ള എല്ലാ റേഞ്ചുകളും ഉണ്ട്. ഏകദേശം നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ഹോസ്റ്റൽ ബെഡുകൾ 500 രൂപ മുതൽ ഏകദേശം 25-26 റേഞ്ചുകളൊക്കെ വരുന്നുണ്ട്. അത് സെപ്പറേറ്റഡ് ആണ്. ശരി, അപ്പൊ ഇത് പുതിയ വേറെ ഐറ്റം ആണ്. വേറെ വെച്ചാൽ ദിവാങ്കോട്ട് എന്ന് പറയും. നമുക്ക് 2-3 ഐറ്റംസ് ഉണ്ട്. അതായത് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ദിവാങ്കോട്ട് ഏകദേശം മഹാഗണിയുടെ ആണെന്നുണ്ട്, അക്കീഷയുടെ ഉണ്ട്. റേറ്റുകളിൽ മഹാഗണി അനുസരിച്ച് മേലോട്ട് കയറി പോകും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെറൈറ്റി ടൈപ്പ് ആണ് ഈ ഇരിക്കുന്ന ഈ ഒരു ദിവാങ്കോട്ട്. അതെ, വിത്ത് ബെഡ് പോലത്തെ ഒരു സാധനമാണ്. 5 ഫീറ്റിന്റെ ഇത് 5 ഫീറ്റിന്റെ ആണ്. 5 ഫീറ്റ് അല്ലേ? 5 ഫീറ്റിന്റെ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അജയ് നമ്മളെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് നമ്മളെ കാണിച്ചു തന്നത്. ഏഷ്യൻ ഫർണിച്ചറിന്റെ എല്ലാം വെറൈറ്റിയും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകരും, ഈ പൊടിമറ്റത്തുള്ള ആൾക്കാരും, നമ്മുടെ വീഡിയോ കാണുന്നവരും ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ സേവനങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമുക്ക് പുതിയൊരു കാഴ്ചയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ പൊടിമറ്റത്ത് സെന്റ് ഡോമിനിക്സ് കോളേജിന്റെ വാതിക്കൽ ഫ്രൂട്ട്സ് കട നടന്നൊരു ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. എന്നാ പേരെന്ന് പറഞ്ഞു? എന്നാ ഇങ്ങനെ ചാരി നിൽക്കുന്നത്? കച്ചവടം ഒന്നുമില്ലേ? കച്ചവടം പൊതുവെ കുറവാ. അതാണ് മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്. കച്ചവടമൊക്കെ വരുന്നേ. എവിടെ താമസിക്കുന്നേ? ആനക്കല്ല്. ഇവിടെ എത്ര വർഷമായിട്ട് കച്ചവടം നടത്തും? ഞാനിവിടെ 17 വർഷമായി. 17 വർഷമായിട്ട് നടത്തും അല്ലേ? എങ്ങനെയുണ്ട് ഈ പൊടിമറ്റത്തെ കുറിച്ചൊക്കെ? നല്ല ഐക്യമുള്ള സഹോദരന്മാർ ഇവിടെ ഉള്ള നല്ല ഐക്യമുള്ള സ്ഥലമല്ലേ? നമുക്കൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ അല്ലേ? കോളേജിലെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? ഡീസന്റ് പിള്ളേരല്ലേ? ഇവിടെ വരുമോ പിള്ളേരൊക്കെ? ഇവിടെ പിള്ളേരൊക്കെ വരും. നമ്മുടെ സുഹൃത്തുക്കളെ, പൊടിമറ്റത്ത് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. ഒരു സൈഡ് മുഴുവനും ബിൽഡിങ്ങുകളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് കോളേജിന്റെ മുൻപിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും കോളേജും പരിസരങ്ങളും ഒക്കെ കുട്ടികളൊക്കെ പോകാനായിട്ട് ഇറങ്ങി വരുന്നതാണ്. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ഇവിടെ എക്സാം ആണ്, എങ്കിലും കുട്ടികളുണ്ട് കാണാൻ. സെന്റ് ഡോമിനിക്സ് കോളേജിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ലോ കോളേജിന്റെ ബിൽഡിങ്ങുകൾ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് ഡോമിനിക്സ് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിപ്പുണ്ട്. അവരോട് നമ്മുടെ കോളേജിനെ കുറിച്ചും പൊടിമറ്റത്തെ കുറിച്ചും ചോദിക്കാം. ഹായ്. ഹലോ. ആ പേരെന്ന് പറയാമോ? ആദിത്യ. ഹലോ ആദിത്യ. പറഞ്ഞു പേര് പറഞ്ഞു. അപ്പൊ ഇതോ? ഇത് അനീറ്റയോ? എന്റെ പോലെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോലെ. അനീറ്റ. അത് ആദിത്യ. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? പാറത്തോട്. മോളെ അനക. മോള് കുഞ്ചവല്. നിങ്ങൾ നല്ല ഫ്രണ്ട്സാ അല്ലേ? തെക്ക് ഫ്രണ്ട്സ് ആണോ? എന്താ പഠിക്കുന്നത്? എന്ത് ഡിപ്പാർട്ട്മെന്റാ? വിവോക്ക്. അപ്പൊ എല്ലാരും 3 പേര് ഫസ്റ്റ് ഇയർ ആണല്ലേ? അപ്പൊ നമ്മുടെ പൊടിമറ്റത്തെ വിശേഷങ്ങള്, കോളേജിലെ വിശേഷങ്ങളെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞു. നല്ല പൊടിമറ്റം അല്ലേ? കോളേജ് നല്ല വൈബാണ്. അടിപൊളി കോളേജാണ്. മിസ്മാരെല്ലാം നമുക്ക് നല്ല ഇതാ അല്ലേ? പഠിപ്പിക്കാൻ നല്ല അടിപൊളി. അതെ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പഠിത്തം മാത്രമേ ഉള്ളൂ. വേറെ ഒരു ആക്ടിവിറ്റീസിനും പോകുന്നില്ല. എന്തായാലും അനീറ്റ, ആദിത്യ, അനക, എല്ലാ തുടങ്ങുന്ന പേര് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാം. ആ പേരെന്ന് പറയാം? ജോസ്. എവിടെ സ്ഥലം? ആലപ്പുഴ. നല്ല കട്ടിയുള്ള പേരാ കേട്ടോ, ജോസ്. പഴയൊരു സിനിമാടനം ഉണ്ടായിരുന്നു. ആലപ്പുഴ ഹോസ്റ്റൽ നിൽക്കുമോ? അല്ല, കസിൻ ഉണ്ടല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റാ? ബിവോക്ക് തന്നെയാ. തേർഡ് ഇയർ ആണോ? ലാസ്റ്റ് ഇയർ അല്ല, സീനിയർ ആണ്. എന്താ നമ്മുടെ ഈ പൊടിമറ്റത്തെ കുറിച്ചും അതായത് കോളേജിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. പ്രിൻസിപ്പാൾ ആയാലും ഡയറക്ടർ ആയാലും എല്ലാം സപ്പോർട്ടാണ്. നമ്മൾ ഒരു കാര്യം ചോദിച്ചാലും സപ്പോർട്ടിലാണ് സംസാരിക്കുന്നത്. നെഗറ്റീവ് ഒന്നും പറയത്തില്ല. അപ്പൊ ഇവിടെ കുറച്ച് കുട്ടികൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് നമുക്ക് കാണാം. ആരാ? പ്രൊഫഷനാണോ? നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ബാസ്കറ്റ് ബോൾ അടിച്ച് തകർക്കുവാണ് 2-3 പേര്. രണ്ട് ചുണക്കുട്ടന്മാരാ. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹലോ. കളിയിലാകെ മുഴുകി നിൽക്കുകയാണ്.
ആ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ബോബിൻ. ഗോവിൻ. എവിടെ താമസിക്കുന്നു? മുണ്ടകെ. മുണ്ടക്കത്തെ അല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റ് എവിടെ പഠിക്കുന്നത്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എത്ര? തേർഡ് ഇയർ അല്ലേ? അത് ശരി. അപ്പം സ്പോർട്സിലൊക്കെ ഉണ്ടോ? ഉണ്ട്, ബാസ്കറ്റ്ബോൾ ടീമിലുണ്ട്. നമ്മുടെ വലിയൊരു കുഞ്ഞു ടീമാണ്. കുഞ്ഞു ടീമാണല്ലേ? പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നു. അതെ അല്ലേ? പിന്നെ നമ്മുടെ ഈ കോളേജിന്റെ കുറിച്ചും അതുപോലെ നമ്മുടെ സ്പോർട്സ് എല്ലാത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കോളേജാണ്, അടിപൊളി കോളേജാണല്ലേ? സ്പോർട്സ് അത്ലറ്റിക്സിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നല്ല സപ്പോർട്ടാണ് നമ്മുടെ 27 കോളേജ്, സെന്റ് തോമസ് കോളേജ്, എസ് ഡി കോളേജ്. ഇവിടെ നമുക്ക് കുറച്ച് അടിപൊളി വൈബ് സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. നമസ്കാരമുണ്ട്. ആ പേരെന്ന് പറയാം? അംജദ്. പേര് പറയാം? അനുജിത്ത്. അലക്സ്. ഷിഫ. അമലു. അപർണ. അപ്പം നമ്മുടെ സെന്റ് തോമസ് കോളേജിനെ കുറിച്ചും ഈ പൊടിമണ്ഡലത്തെ കുറിച്ചും ആരാ ഒന്ന് പറയുന്നത്? എല്ലാരും അമിജാദ് പറയും. നമ്മുടെ വൈബ് നല്ല അടിപൊളി ഒരു കോളേജാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കോളേജേ ഉള്ളൂ. അതും ഹൈറേഞ്ചിന്റെ കവാടം കൂടെയാണ് ഈ കോളേജ്. അടിപൊളി രക്ഷയില്ല. വൈബ് പിള്ളേരാണ്. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിള്ളേർ കുറവായിരുന്നു അല്ലേ? നമ്മുടെ നിർഭാഗ്യവശാൽ ഇന്ന് എക്സാം ആയതുകൊണ്ട് പിള്ളേർ കുറവാ അല്ലേ? അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ? ഞങ്ങള് ബിവോക്കാണ്, ടെക്നോളജി. എല്ലാവരും ആണോ? തേർഡ് ഇയർ ആണോ? അതെ അല്ലേ? അപ്പൊ നിങ്ങളുടെ മാസം കൂടെ ഉള്ളൂ. ആ ഒരു ചെറിയ വിഷമമുണ്ട്. ആ ഒരു വിഷമത്തിരിക്കുക. 3 മാസം കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് ഇവിടെ പറയൂ അല്ലേ? അതിന്റെ ഒരു സങ്കടത്തിലാണ് അവര് മരച്ചോട്ടി വന്നിരിക്കുന്നത്. ആണോ? ആലപ്പുഴ നമ്മുടെ ഈ പൊടിമരത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലേ? മോശമല്ലേ? നൈസ് കോളേജ്, നല്ല ആംബിയൻസ് ഉള്ളതാണ്. അതെ അല്ലേ? ആലപ്പുഴയെ കുറിച്ച് പറയാം 2 വാക്ക്. അത് പറയാലോ. ആലപ്പുഴ എന്തുകൊണ്ടല്ലോ. ആലപ്പുഴ നല്ല പാട്ടൊക്കെ ഉണ്ട്. ആലപ്പുഴ പട്ടണത്തിൽ നൈസാണല്ലേ? കടൽ തീരമൊക്കെ ഉണ്ട്, ബീച്ചുണ്ട്, നല്ല ഫുഡുണ്ട്, നല്ല കരിമീനുണ്ട്, നല്ല കള്ള കൂട്ടി അടിക്കുക. പൊളി. ഞാൻ ഈ നാട്ടുകാരനല്ലെന്നാ പറയാൻ വന്നത്. ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ തന്നെ അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ സിനിമയെ കാണുമോ? ആണോ? ഏതാ ഏറ്റവും പുതിയതായിട്ട് കണ്ട സിനിമ? അതെ അല്ലേ? അപ്പൊ ആരാ നിങ്ങളുടെ ആക്ടർ? ആരാ ഏറ്റവും ഇഷ്ടം? ആരാ? ടോവിനോ തോമസോ? ബേസിൽ. ബേസിൽ കോമഡിയാ ഇഷ്ടം അല്ലേ? അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാവേ, ഇപ്പോഴത്തെ സിനിമയെ കാണാറുണ്ടോ? ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ലോകയാണോ? എങ്ങനെയുണ്ട് പടം? കിടിലൻ പടം അല്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആക്ടേഴ്സിനെയാണോ ഇഷ്ടം, അതോ പഴയ തലമുറയിലുള്ളതാണോ? രണ്ടുപേരും ഇഷ്ടം. എന്നാലും ഏതാ എന്നാ പറഞ്ഞേ, ആരാ നമുക്ക് ഏറ്റവും കൂടുതൽ? ഇപ്പം വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു. ടോവിനോ ഇഷ്ടം അല്ലേ? കുഴപ്പമില്ലാതെ തോന്നുന്നു. അതെ അല്ലേ? മോനെ അങ്ങനൊന്നും ഇല്ലേ? ലാലേട്ടൻ. എന്റെ മോനെ ലാലേട്ടൻ ഫാനാണ്, കട്ട ഫാനാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ എന്നാണല്ലോ അല്ലേ? നമുക്ക് അങ്ങനൊന്നും ഇല്ല. നമുക്ക് മമ്മൂട്ടിയാണ് കൂടുതൽ ഇഷ്ടം. അത് പൊളി. അതുകൊണ്ട് ഒരാൾ ലാലേട്ടനുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ മമ്മൂട്ടി ഉണ്ട്. രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. കോളേജിന്റെ മുറ്റത്തെ ലവ് ബേഴ്സും കുഞ്ഞുങ്ങളാണ്. നല്ല അടിപൊളി ഇണക്കുരുവികളായിട്ടിരിക്കുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഹായ്. കോളേജിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു അടിപൊളി മരമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആലാന്നാ തോന്നുന്നത്. അതെ, ആലാണ്. നല്ല രസമല്ലേ ആല് നിൽക്കുന്ന കാണാൻ തന്നെ. ആലിന്റെ ചോട്ട് തന്നെ നല്ല ഓക്സിജൻ ലഭിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും നല്ല വൈബാണ്. ആല് മാത്രമല്ല കേട്ടോ, പുളിയുണ്ട്, വാകയുണ്ട്, അതുപോലെ തന്നെ തണൽ മരങ്ങൾ ഒരുപാട് നിൽപ്പുണ്ട്. എന്തായാലും കോളേജും ക്യാമ്പസും നമ്മുടെയൊക്കെ മനസ്സിലെന്നും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ഇവിടുത്തെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് എല്ലാവർക്കും. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാറത്തോടിലുള്ള അടിപൊളി ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് ഷോറൂമായ KJ ഗ്രാനൈറ്റിലെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് അവിടെ പോയി കാണാം. എല്ലാം അടിപൊളി ബ്രാൻഡുകളാണ് അവിടെ ഉള്ളത്. പോവാം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നന്നായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. നമ്മളിവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ എല്ലാം അറിഞ്ഞു വന്നതാണ്. നമ്മള് പ്രേക്ഷകരാക്കി ഒന്ന് കാണിക്കണം. ഇവിടുത്തെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങളിവിടെ മെയിനായിട്ട് ടൈൽസ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായ കജാരിയ
ജോൺസൺ, ആറേക്കെ, നിറ്റ്കോ ഇതുപോലെയുള്ള മേജർ ബ്രാൻഡാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ നമുക്ക്? അല്ല, അങ്ങനെയല്ല. ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ള സാധനം പോലെ നമുക്കുണ്ട്. ആവശ്യക്കാരുണ്ടാകും നമ്മൾ കൊടുക്കും. അതെ അതെ, ഏറ്റവും ലോ റേഞ്ചില്. കട കണ്ട് പേടിക്കൊന്നും വേണ്ട. ഏറ്റവും കുറഞ്ഞ റേറ്റ് കണ്ട് പേടിക്കണ്ട, സാധാരണക്കാർക്കും വരാം. അതായത് വളരെ തുച്ഛമായ റേറ്റ് പോലെ ഏത് നിലവാരത്തിലുള്ള സാധനം വേണം നമ്മൾ കൊടുക്കും. അതെ. ഇതൊക്കെ പറഞ്ഞ പേര് പറഞ്ഞല്ലോ. എന്റെ പേര് അജേഷ്. ഞങ്ങളൊരു 30 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ മെയിൻ ഷോപ്പ് കട്ടപ്പനയാണല്ലേ? ഇവിടെ ഇപ്പം 7 വർഷമായിട്ടേ ഉള്ളൂ. 7 വർഷമായി. എവിടെ താമസിക്കുന്നത്? ഞങ്ങളെല്ലാരും കട്ടപ്പനക്കാരാണ്. എല്ലാം കട്ടപ്പനക്കാരല്ലേ? പ്രഷറെ ഇവിടെ ടൈല്, സാനിറ്ററി ഐറ്റംസ്, അതുപോലെ തന്നെ പ്ലംബിംഗ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആദ്യം പോലെ എന്താണെന്ന് അജേഷനോട് ചോദിക്കാം. അജേഷേട്ടാ, നമുക്ക് ആദ്യം എവിടുന്നാ പരിചയപ്പെടേണ്ടത്? നമുക്ക് ആദ്യം ടൈലിലേക്ക് പോവാം. ടൈലിലോട്ട് പോവാം. ഇതാണോ ടൈലിന്റെ ഡിസ്പ്ലേ അല്ലേ? ഇതാണ് ടൈലിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ? ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണോ ഇത്? നമ്മുടെ അത്യാവശ്യം എല്ലാം ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോകും. ഏറ്റവും പുതിയ ഡിസൈൻസ് വന്നോണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ഇത് നമുക്ക് വാളും ചെയ്യാം, ബാത്റൂമിന്റെ വാള് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫ്ലോറും ചെയ്യാൻ പറ്റും. പ്രഷർ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, കാണാം. ചേട്ടാ, ഈ ടൈലിന്റെ ഒക്കെ എന്താ പ്രത്യേകത? ഇത് ഫുൾ ബോഡി ടൈൽ എന്ന് പറയും. ഫുൾ ബോഡി ടൈലാണല്ലേ? അതായത് ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ, സിറ്റ് ഔട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, സൈഡ് മോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈലാണ്. ചേട്ടാ, ഇതൊക്കെ ഏത് ടൈപ്പ് ടൈല്? ഇത് നമ്മള് കിച്ചൺ ഒക്കെ കൊടുക്കുന്ന കിച്ചൺ അല്ലേ? വുഡൻ ഡിസൈൻസ് ആണ്. അതാണ് ആ ഒരു ഗ്രിപ്പ് ഒക്കെ ഉള്ളത് അല്ലേ? അതെ അതെ. ഇത് കാർവിംഗ് ഡിസൈൻ എന്ന് പറയും കേട്ടോ. അതായത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ആ ഭാഗം ഒന്ന് തിളങ്ങും, ഈ ലൈൻസ് തിളങ്ങും. ഒരു രക്ഷയില്ല, നല്ല രസമാണ് കണ്ടേ. അപ്പം ചേട്ടാ, ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാവോ? ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് വീടിന്റെ ഫ്രണ്ടിലും ഉപയോഗിക്കുന്ന ക്ലാഡിംഗ് ടൈല്. വാളൊക്കെ ഒട്ടിക്കുന്ന ഒത്തിരി വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ അത്യാവശ്യം സ്റ്റോൺ ഫിനിഷ്. ഉടനെ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഗ്ലാഡിംഗ് സ്റ്റോൺസുകളാണ്. ഓ, എന്നാ രസമാണെന്ന് നോക്കി അല്ലെ? ഭംഗി, അടിപൊളി, സൂപ്പർ. ഇത് നമ്മുടെ കജാരിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ്. എന്തായാലും നമുക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മള് ബാത്റൂമിന്റെ ഒരു ഡെമോ ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് കേട്ടോ. കൂടാതെ ഇത്രയും വലിയ ടൈൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം കാണിച്ചു തരാം. ഇതിപ്പം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. ഇതെന്താ സംഭവം? ഇത് വുഡ് പ്ലാങ് എന്ന് പറയും. അതായത് നമുക്ക് പിന്നെ ഫ്രണ്ടേജ് വാൾ ചെയ്യാം, അതുപോലെ ഈ ഫ്ലോർ ഇതുപോലെ ചെയ്യാം. കൂടാതെ ബാത്റൂം ടൈൽസിന്റെ വിവിധ കളക്ഷനുകളാണ് കേട്ടോ. എന്റെ പൊന്നു കൂട്ടുകാരെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടാലും തീരുന്നേ ഇല്ല. ഇതിപ്പോ നമ്മൾ 3ാമത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ ജോൺസന്റെ സാനിറ്ററി ഐറ്റംസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ക്ലോസറ്റ് ഉണ്ട്, വാൾ ഹാങ് ക്ലോസറ്റ് ഉണ്ട്, സദാ ക്ലോസറ്റുകളുണ്ട്. അത് എസ് ട്രാപ്പ് ഉണ്ട്, പി ട്രാപ്പ് ഉണ്ട്, അവൈലബിൾ ആണ്. അതുപോലെ ബേസിന്, ടേബിൾ ടോപ്പ് ഉണ്ട്, അല്ലാതെ സാധാ നോർമൽ ആയിട്ടുള്ള വാഷ് ബേസിൻ ജോൺസന്റെ അവൈലബിൾ ആയിട്ടുണ്ട്. ജോൺസന്റെ തന്നെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസുകൾ നോക്കിയേ, അടിപൊളിയല്ലേ? എത്രല്ല പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. കോട്ടയം ജില്ലയുടെ _9 ചാമ്പ്യൻ ആണ് ഇരിക്കുന്നത് കേട്ടോ. നിസ്സാര പുള്ളിയല്ല, എല്ലാം കുറഞ്ഞ റേഞ്ച് ആണ്. അതിന്റെ അതേ മോഡൽ തന്നെ വരും. അതെ. ഇതൊക്കെ എന്നാ വില വരുന്ന? അപ്പൊ ഇത് നമ്മൾ വിൽക്കുന്നത് 4000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 4000? ഓ, എന്റെ പൊന്നെ, 4000 രൂപ ക്ലോസറ്റ്. സ്വിറ്റ്സർലൻഡ് ബ്രാൻഡാണ്. ഇവരാണ് ശരിക്കും ഈ പറഞ്ഞ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത്. ഇവരാണ് കണ്ടുപിടിച്ചല്ലേ? ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഇത് ടൈലാണോ ഗ്രാനൈറ്റ് ആണോ? ഇത് ശരിക്കും ടൈലാണ്. 15 mm തിക്നെസ് വരുന്ന സാധനമാണ്. പ്രഷറെ, KJ ഗ്രാനൈറ്റ്സിലെ കാഴ്ചകൾ, ടൈൽ ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു മ്യൂസിയത്തിനകത്ത് പോയി കണ്ടിട്ട് വന്നൊരു ഒരു ഇതായിരുന്നു. ഇത് അജേഷന്റെ മോനാ? മൂത്തയാളാണോ? പേരാണോ മോനെ? അടിപൊളി പേരാണല്ലോ. എവിടെ പഠിക്കുന്നത്? അടുത്തുണ്ട് സ്കൂളാ. അതെ അല്ലേ? ഓക്കെ, എന്നാലും താങ്ക് യു കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പാറത്തോടുള്ള ഒരു അടിപൊളി ഹൈപ്പർ മാർട്ടിന്റെ മുമ്പിലാണ്. ഷാ ഹൈപ്പർ മാർട്ട്. പാറത്തോടുകാർക്ക് അഭിമാനിക്കാം. ഒരു കുടക്കീഴിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല ഇവിടെ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.
ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബാ. കൂട്ടുകാരെ, നമ്മളിപ്പോ ഷാ ഹൈപ്പർ മാർട്ടിനകത്താണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഒരു കംപ്ലീറ്റ് ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ എന്താണ് ഇല്ലാത്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതൊരു ടാസ്ക് ആണ്. നമുക്ക് അതിനു മുമ്പ് ഇവിടുത്തെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളും ഒക്കെ? മഴ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ്. അതെ അല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ ഇവിടുത്തെ ഷോപ്പില് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. ഇവിടെ അടിപൊളി ഷോപ്പാണ്, കംപ്ലീറ്റ് ഷോപ്പാണെന്നാണ് ഞങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പൊ ഞങ്ങളുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്ത സാധനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്ന് കണ്ടുപിടിച്ച് കാണിക്കാൻ വെല്ലുവിളിച്ചേക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കണം. തുടങ്ങാം. നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പൂക്കളുടെ ഒരു ശേഖരമാണ്. എല്ലാ വെറൈറ്റിയുടെ ഒറിജിനലെ വെല്ലുന്ന പൂവാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. അത് കണിക്കൊന്ന, മുല്ലപ്പൂ, എല്ലാ ഐറ്റംസും ഉണ്ട്. പൂക്കൾ മാത്രമല്ല കേട്ടോ, അതുണ്ടോ ട്രോഫികള്, അതുപോലെ തുണികള്. കംപ്ലീറ്റ് ഷോപ്പൊന്നും ചുമ്മാ പറഞ്ഞൊന്നുമല്ല, കംപ്ലീറ്റ് ഷോപ്പാണ്. ട്രോഫികളുണ്ട്. ട്രോഫികളുടെയൊക്കെ ഒരു വമ്പൻ കളക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയല്ലേ കാണാൻ? സൂപ്പർ അല്ലേ? അതെ, ഇതൊന്നും ആയിട്ടില്ല, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ സ്റ്റീൽ പാത്രങ്ങളുടെ കമനീയമായ ശേഖരം. നോക്കിയേ, അടിപൊളി ഷൂസുകൾ ഇരിക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷൂസുകളാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള ബുക്സുകള്, അതുപോലെ തന്നെ ഫയലുകള്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടില്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ആർട്ട്, പടം വരയ്ക്കാനുള്ള ബോക്സ്, കാര്യങ്ങള്. പെണ്ണുങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാധനം അതേ പിടിച്ചിരിക്കുന്നുണ്ട്. ചട്ടികൾ, മൺചട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിടാത്തൊരു സാധനമാണ്. ഇത് എവിടെ കണ്ടാലും. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആവശ്യങ്ങളൊക്കെ പ്ലേറ്റുകള്, ഷാംപൂ ഐറ്റംസുകള്, ഇതുണ്ടോ ലേഡീസിന്റെ അക്സസറീസിന്റെ ഒരു കമനീയ ശേഖരമാണ്. ഇതുണ്ടോ ഒരു ലേഡീസ് സെന്റർ എന്ന് തന്നെ പറയാം. അതുപോലെയാണ് ഇവിടുത്തെ കളക്ഷൻസുകൾ. നോക്കിയേ, അവർക്ക് കയ്യിലിടാനുള്ള ക്യൂടെക്സ് തൊട്ട് വളയ, ഇതുണ്ടോ മുടിയൊക്കെ നോക്കി. എന്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ തന്നെ കമ്മലുകള്, എല്ലാ സാധനവും ഉണ്ട്. മാല, മുത്തുമാല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെയിൽ പോളിഷ്, അതുപോലെ തന്നെ ഏതാണ്ട് ഹെയർ അക്സസറീസ് ആണ് ഈ കാണുന്നത് മൊത്തം. അതുപോലെ വേറെ ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടോ മുടി കണ്ടോ? ആഹാ, അതുണ്ടോ മുടി ഇല്ലാത്തവർക്ക് മുടി വരെ ഇവിടുന്ന് കിട്ടും വന്നു കഴിഞ്ഞാൽ. ഇതിൽ കൂടുതൽ എന്നാ വേണം? പല കളറാ, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിന്നെ എന്നാ വേണം അല്ലേ? ഞാൻ പറഞ്ഞല്ലേ കൂട്ടുകാരെ, ഒരു രക്ഷയില്ല, തീർന്നിട്ടില്ല. ഇനി നമുക്ക് കാണാൻ കിടക്കുന്ന ഉള്ളതുണ്ടോ അടുക്കളക്കകത്തോട്ടുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. കണ്ടോ, ഷോപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു ഷോപ്പാണ് നമുക്കിവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പൗഡർ, ഡിറ്റർജന്റ് പൗഡറുകള്, ഷാംപൂ, നോക്കിയേ, പാത്രങ്ങളെ തേച്ച് കഴുകാനുള്ള സാധനങ്ങളെ, ചവിട്ടിയെ കണ്ടോ, കയറിന്റെ ഒക്കെ ചവിട്ടികളും വലിയ ബക്കറ്റുകളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോംബെ നഗരത്തിൽ ചെല്ലുന്ന പോലെ തോന്നുന്നു. കംപ്ലീറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിട്ടുവീഴ്ചയില്ല. ഒരു സാധനം പോലും ഞാൻ ഇവിടെ ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ അതുണ്ടോ ബിരിയാണി റൈസ്, മല്ലിപ്പൊടി, മസാലക്കൂട്ടാണ് ഈ കാണുന്ന മുഴുവനും. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. സ്നാക്സുകളാണ്. സൂപ്പർ ബസാറിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇത് കണ്ടോ ക്യാമറ, അതുപോലെ തന്നെ മൊബൈൽ അക്സസറീസ് എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞെക്കിപ്പിഴിയണ്ടേ? അതൊന്നും വേണ്ട, കണ്ടോണം. കാണിച്ചു ചേട്ടാ. ഇതിന്റെ ഇടിയപ്പം ഇലക്ട്രിക്കൽ ഇടിയപ്പം ഇതാണ്, റീചാർജബിൾ ആണ്. അപ്പൊ ചേട്ടാ ഇതിന്റെ പ്രവർത്തനങ്ങളെ രാവിലെ തൊട്ട് നമ്മൾ മസിൽ പിടിക്കുന്നു വേണ്ട. ഇതൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഇടിയപ്പം അതിനകത്ത് മാവ് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം തന്നെ ഏത് തട്ട് വേണമെങ്കിലും ഇട്ടിട്ട് ഏത് ഷേപ്പിലുള്ള ഇടിയപ്പോ മിക്സറോ. അപ്പോൾ ഷാ ഹൈപ്പർ മാർട്ടിലെ വിശേഷങ്ങള് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഐറ്റം പോലും എനിക്ക് ഇവിടെ ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ തോറ്റുപോയി. അപ്പം മുഹമ്മദ് ഷാ അണ്ണനാണ്. അപ്പം ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് കണ്ടു. അപ്പോൾ പാർത്തോടുള്ളവരും ഈ വീഡിയോ കാണുന്നവരും തീർച്ചയായിട്ടും ഇവിടെ വന്ന ഈ അടിപൊളി ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും കാണുക, സന്ദർശിക്കുക, ഇവരുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർത്തോടാണ് കേട്ടോ. അപ്പൊ പാർത്തോടെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടുത്തെ രസകരമായ കടകളും അതുപോലെ കുറെ ഓട്ടോറിക്ഷക്കാര്, അതുപോലെ ഒത്തിരി കാഴ്ചകളുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ബാ. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്നാണ് പേര്?
എന്റെ പേര് സജി. എന്റെ കയ്യിലെ ലോട്ടറി കച്ചവടം ഇന്നത്തെ കഴിഞ്ഞോ? ഇന്നത്തെ കഴിഞ്ഞു, നാളത്തേക്ക് അല്ലേ? അടിയൊക്കെ ഉണ്ടോ? എവിടെ അടിയെ കണക്കാ ഇല്ലല്ലേ? എന്നാ ഇപ്പൊ പ്രൈസ് കുറവാണോ? പൈസ കുറവാ. ആൾക്കാർക്ക് നമുക്ക് നല്ല ചെലവുണ്ടോ? ചെലവ് വളരെ കുറവാ. ഇപ്പൊ പഴയ കച്ചവടമൊന്നും ഇല്ല, പകുതി കച്ചവടമൊക്കെ ആയി. അതല്ലേ? പാറത്തോടിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? പാറത്തോടിനെ കുറിച്ച് എന്താ, കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്, ഇടപെടാനും അതല്ലേ? ആൾക്കാരാണ്. പാറത്തോട് മാത്രമേ ഉള്ളൂ ചേട്ടൻ കച്ചവടം? പാറത്തോട് നമ്മുടെ ഈ പഞ്ചായത്തില് ഈ പഞ്ചായത്തുള്ള കച്ചവടങ്ങൾ ഇന്നത്തെ കഴിഞ്ഞ് പോവാണോ? കഴിഞ്ഞ് നാളത്തെ ഇറങ്ങിയതാ. ഒരു 6-7 മണി 6:30 ആവും അല്ലേ? അണ്ണാ നമസ്കാരം. നമസ്കാരം. ആ പേരെന്ന് പറയാമോ? പേര് ഹനീഫ. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ? കച്ചവടങ്ങളൊന്നും കുഴപ്പമില്ല, നടന്നു പോകുന്നു. പാറത്തോടെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് 2 വാക്ക്. പാറത്തോട് നല്ല ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജനങ്ങളും അല്ല? എല്ലാരും എല്ലാ മതസ്ഥരും ഉണ്ട് ഇവിടെ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാരും നല്ല സഹകരിച്ചു പോകുന്നവരാ അല്ലേ? അപ്പോൾ നമുക്ക് പാറത്തോട് സ്റ്റുഡിയോ നടത്തുന്ന ഒരു അണ്ണനെ പരിചയപ്പെടാം. അണ്ണാ നമസ്കാരം. നമസ്കാരം. ആ പേരെന്ന് പറയാമോ? നജീബ്. നല്ല അടിപൊളി താടിയൊക്കെയാണ് കേട്ടോ. നല്ല നജീബണ്ണ, ഈ പാറത്തോടെ കുറിച്ച് നല്ല 2 വിശേഷങ്ങൾ, വാർത്തകൾ ഞങ്ങളുടെ പ്രേക്ഷകരോട്. പാറത്തോട് നല്ലൊരു നാടാണ്, നല്ല ഗ്രാമമാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതെ അതെ, അടിപൊളിയാണ്. വേറെ എന്താണ് പാറത്തോട്? അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. പാറത്തോടല്ല ഇന്നിപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കുള്ള ആവശ്യങ്ങളെല്ലാം പാറത്തോടുണ്ടോ? അത്യാവശ്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ കാഞ്ഞിരപ്പള്ളി മുണ്ടൊക്കെ എല്ലാം ആശ്രയിക്കേണ്ടി വരും. എന്നാലും പാറത്തോടൊരു എന്നാലും നോക്കാം. പാറത്തോട് എന്ന് പറയുമ്പോൾ ഹരമാണ്. ചേട്ടന്റെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം പാറത്തോട് തന്നെയാണ്. അപ്പൊ എന്താ പരിപാടി? സ്റ്റുഡിയോ ആണ്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് പാറത്തോട് ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ? പേരെന്ന് പറയാമോ? ഷമീർ. എവിടെ സ്ഥലം? പാറത്തോടാണ് അല്ലേ? ചേട്ടന്റെ പേരെന്നാ? സുരേഷ്. രാജു. പാലപ്പുറ. ഷാജി. അപ്പം എല്ലാരും ഇവിടെ പാലപ്പുറ തന്നെയാണ്. അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം? വളരെ കുറവ്. ഓട്ടം വളരെ കുറവാണ്. ചൂട് തുടങ്ങിയിരിക്കുന്നു. അതെ അല്ലേ? ഈ പാറത്തോട്ട് വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയാമോ ഞങ്ങളുടെ പ്രേക്ഷകരോട്? പാറത്തോട്ട് പ്രത്യേകിച്ച് വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു എന്ന് പറയാം. ഹാപ്പിയായിട്ട് പോകുന്നു. പട്ടി കൊടുക്കും, എന്നെ പിടിച്ചെടുത്ത മാർഗമുണ്ടോ? ഇലക്ഷനുണ്ട്. ഇലക്ഷന്റെ ഓരോ വോട്ട് കൊടുത്ത കാര്യങ്ങളും സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഷാ ഹൈപ്പർ മാർട്ട് നൽകുന്ന ഒരു സമ്മാനമാണ്. ഷാ ഹൈപ്പർ മാർട്ട് അറിയാവോ? ഓടുണ്ടോ അവിടെ? തൊട്ടടുത്തല്ലേ? അടിപൊളി ഒരു ഹൈപ്പർ മാർട്ട് ആണല്ലേ? എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളത് കടയല്ലേ? അതെ. അപ്പൊ ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്, ആലോചിച്ച് ഉത്തരം പറയണം. ഗാന്ധിജി ഓടിച്ച കാറ് ആർക്ക് വേണം പറയാം? അപ്പം നമ്മുടെ ചേട്ടനോട് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ചോദിച്ചപ്പോഴേ പറഞ്ഞു. ചേട്ടാ പേരെന്ന് പറഞ്ഞു? സുനിൽകുമാർ. ഓ, കറക്റ്റ് അറിയായിരുന്നല്ലേ? അപ്പം നമ്മുടെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞത് സുനിലേട്ടനാണ്. ഷാ ഹൈപ്പർ മാർട്ടിന്റെ അടിപൊളി സമ്മാനം സുനിലേട്ടന് കൊടുക്കാൻ പോകണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മളിപ്പോ പാറത്തോടുള്ള മുഹിയുദ്ദീൻ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കണ്ടോ, നിസ്കരിക്കാനൊക്കെ ആൾക്കാർ വരുന്ന സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബിസ്മി ഹോട്ടലുണ്ട്. നമ്മളിപ്പോൾ പാറത്തോടുള്ള ഒരു സൂപ്പർ അടിപൊളി പച്ചമീൻകടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കേട്ടോ, ഇതെന്നാ മീന്? ഇതാണ് വാളയല്ലേ? അയലയുണ്ട്, മത്തിയുണ്ട്, ഇത് മോതയായിരിക്കും. ചേട്ടാ നമസ്കാരം. ആ പേരെന്ന് പറയാം? എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? മീനൊക്കെ കുറവല്ലേ? എങ്ങനെയുണ്ട് മീനൊക്കെ? എങ്ങനെയുണ്ട് വിലയൊക്കെ? ഇപ്പൊ കുറവല്ലേ? മത്തിയൊക്കെ തീരെ പൊടി മത്തിയാണല്ലോ. ഓക്കെ, താങ്ക് യു. നമ്മള് പാറത്തോട് മലനാട് കവലയിലുള്ള ഒരു ഇരുമ്പ് കടയാണ്, അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് ആ ചേട്ടനത് കാണാം. ചേട്ടാ നമസ്കാരം. പേരെന്ന് പറയാമോ? ജോൺസൺ ജോസഫ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? മടുപ്പാ അല്ലേ? എങ്ങനെയാണ് ഈ പാറത്തോടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം? പാറത്തോട് വിശേഷങ്ങള് എല്ലാ മതസ്ഥരും ഉള്ള ഒരു സ്ഥലമാണ്. മഴ കുറവാ, വെയിലായി അല്ലേ? മഴ കുറവാണ്, വെയിലാണ്, ആവിയാണ്. എല്ലാ മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയില്ലേ? എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി. ഇവിടെ മത്തിയുണ്ട്, അയലയുണ്ട്, ചൂരയുണ്ട്, എല്ലാം ഉണ്ടല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയാ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആള് കൂടും. ഇതെല്ലാം കൊള്ളാം. മീനൊക്കെ എങ്ങനെയുണ്ട്? മീൻ കുഴപ്പമില്ല, വില കുറഞ്ഞു.
അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ പൊടിമറ്റത്തെയും പാറത്തോടെയുള്ള വിശേഷങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ അടിപൊളി മേക്ക് ഓവറും ചെയ്ത് വരുന്നതായിരിക്കും. അതുവരെ ബൈ.